നമസ്കാരം. ഗ്രാൻഡ് പാ സ്റ്റോറീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 10 വർഷത്തോളം നീണ്ടു നിന്ന ഈ യുദ്ധത്തിൽ ഇതിനെല്ലാം കാരണക്കാരനായ പാരീസ് മരിച്ചിട്ടും ട്രോയ്ക്കാർ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല. അത് മാത്രവുമല്ല, ഈ പാരീസിൻ്റെ സഹോദരനായിട്ടുള്ള ഡിയോഫോബസ് എന്ത് ചെയ്യുന്നു പറഞ്ഞു, അയാൾ ഹെലനെ പിടിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ തിരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ലാന്ന് അവർ തീരുമാനിച്ചു ഓൾറെഡി. പക്ഷേ യുദ്ധത്തിലൊരു മാറ്റം വരുത്തി. അവർ കോട്ടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, കോട്ട അടച്ചിരിക്കുകയാണ്. ഗ്രീക്കുകാർ പുറത്ത് തമ്പടിച്ചിരിക്കുന്നു. ഗ്രീക്കുകാർ നോക്കിയിട്ട് തിരിച്ചു പോകാനും വയ്യ. എങ്ങനെ തിരിച്ചു പോകും? 10 വർഷത്തോളം ഇവിടെ വന്ന് കഷ്ടപ്പെട്ടിട്ട് ഈ പട്ടി ചന്തയ്ക്ക് പോയ പോലെ എന്ന് പറയില്ലേ, അതുപോലെ തിരിച്ചു ചെല്ലാൻ പറ്റുമോ? ഹെലനെ കിട്ടിയിട്ടില്ല. അതേസമയം ട്രോയയുടെ വമ്പിച്ച സമ്പത്ത് അതിലൊരു കഷ്ണം പോലും കിട്ടിയിട്ടില്ല. എങ്ങനെ തിരിച്ചു പോകും? ഇവർ നോക്കുമ്പോൾ ട്രോയയുടെ ഉള്ളിൽ, ട്രോയ് നഗരം കോട്ടയ്ക്കുള്ളിൽ നഗരം അങ്ങനെ തല ഉയർത്തി തന്നെ നിൽക്കുന്നുണ്ട്. ഉള്ളിൽ അത് ഒട്ടച്ച് ഭസ്മമാക്കാനായിട്ടുള്ള ദേഷ്യവും എല്ലാം ഉണ്ട് ഗ്രീക്കുകാർക്ക്. പക്ഷേ ഒന്നും ചെയ്യാനാവുന്നില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരെന്താ ചെയ്യുക? സാധാരണ അവർ വീണ്ടും കാൽക്കസിനെ സമീപിച്ചു. കാൽക്കസ് കുറേ നേരം മൗനമായിട്ട് കണ്ണടച്ച് ഇരുന്നു. എന്നിട്ട് കണ്ണ് തുറന്നിട്ട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു പ്രാപ്പിടിയൻ പരുന്ത് ഒരു പ്രാവിനെ പിന്തുടർന്ന് വരികയായിരുന്നു. കുറച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പ്രാവ് കുറച്ച് കല്ലുകൾക്കിടയിലുള്ള ഒരു ചെറിയ ഗുഹയിൽ കയറി ഒളിച്ചിരുന്നു. അപ്പോൾ പ്രാപ്പിടീനെ പിടിക്കാൻ പറ്റില്ല, അതിനുള്ളിൽ കയറാൻ പറ്റില്ല. കുറേ നേരം അതിലേക്ക് നിന്ന് നോക്കിയിട്ട് രക്ഷയില്ല. അപ്പോൾ ഈ പ്രാപ്പിടിയൻ അതിൻ്റെ കൺമറയത്ത് കുറച്ച് ദൂരെ മാറി ഒളിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രാവ് വെളിയിൽ വന്നു. അപ്പോൾ ഈ പ്രാപ്പിടിയൻ നേരെ പ്രാവിനെ പിടിച്ച് ശാപ്പിട്ടു. ഇതാണ് ഞാൻ കണ്ട സ്വപ്നം. ഗ്രീക്കുകാർ ഇനി ഇതിൻ്റെ അർത്ഥം എന്താണാവോ എന്ന് മനസ്സിലാക്കാനായിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോഴേക്ക് ഒഡീസിയസ് പറഞ്ഞു, എനിക്ക് മനസ്സിലായി, വേണ്ട, എന്താണെന്ന് ഞാൻ ചെയ്യാം. പക്ഷേ നിയോടോളമി പറഞ്ഞു, എന്തിനാ നമ്മൾ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്? നമുക്ക് വീണ്ടും യുദ്ധം ചെയ്യാം നേരിട്ട്. അവരെ തോൽപ്പിക്കാനും കോട്ട കീഴടക്കാനുമുള്ള ശക്തിയും കഴിവും എല്ലാം എനിക്കുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മതി. ഒഡീസിയസ് പറഞ്ഞു, നിന്റെ അച്ഛനുണ്ടല്ലോ, സാക്ഷാൽ അക്കിലസ്, അദ്ദേഹം വിചാരിച്ചിട്ട് നടന്നില്ല. അതുകൊണ്ട് മോനൊന്ന് അടങ്ങ്, ഇനി ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഗ്രീക്കുകാരെല്ലാം സമ്മതിച്ചു. ഒഡീസിയസ് ഗ്രീക്കുകാരുടെ ഇടയിലെ ഏറ്റവും നല്ല തടിപ്പണിക്കാരനായ ഏപ്പിയസിനെ വിളിച്ചു. ഏപ്പിയസിനോട് പറഞ്ഞു, കുറച്ച് മാറ്റി നിർത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഏപ്പിയസ് സമ്മതിച്ചു. പിറ്റേ ദിവസം ഒഡീസിയസിൻ്റെ നേതൃത്വത്തിൽ ഗ്രീക്ക് പടയാളികൾ ഐഡാമലയിലേക്ക് പോയി. അവിടെ നിന്ന് വലിയ തടികളൊക്കെ വെട്ടി ആ തടികൾ ഈ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. ഏപ്പിയസും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും പണി ആരംഭിച്ചു. തടി അറയ്ക്കുന്നു, മുറിക്കുന്നു, തറയ്ക്കുന്നു, ഭയങ്കര പണിയാണ്. 3 ദിവസം ഇടമുറിയാതെ അവരെല്ലാവരും പണിയെടുത്തു. 3 ദിവസത്തിന് ശേഷം നോക്കുമ്പോൾ ഒരു മരക്കുതിര ഉണ്ടായി നിൽക്കുക. അവർ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ ആനയെ കഴിഞ്ഞും വലിപ്പമുള്ള ഒരു മരക്കുതിരയായിരുന്നു. കാണാൻ അത്ര ശേലൊന്നും ഇല്ലായിരുന്നു, എങ്കിലും കുതിര തന്നെ, വലിപ്പം കൊണ്ട് അതിബൃഹത്. അതിൻ്റെ ഉള്ള് പൊള്ളയായിരുന്നു. അതിൻ്റെ സൈഡിലായിട്ട് ഒരു വാതിലും ഉണ്ടായിരുന്നു. എന്താണ് ഒഡീസിയസിൻ്റെ പ്ലാൻ എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായില്ല. എങ്കിൽ പോലും അവർ ഒഡീസിയസ് പറയുന്നത് എന്താണെന്ന് അറിയാനായിട്ട് കാത്തു നിന്നു. ഒഡീസിയസ് പറഞ്ഞു, എനിക്ക് ഏറ്റവും ധീരരായിട്ടുള്ള ശക്തിമാന്മാരായിട്ടുള്ള ഒരു 20 പടയാളികൾ കാണും. ആയുധങ്ങൾ സഹിതം അവരിതിനകത്ത് കയറട്ടെ. ഈ മരക്കുതിരയ്ക്കുള്ളിൽ ആദ്യം കയറിയത് നിയോടോളമി ആയിരുന്നു.
ഈനിയാസും ഡെവമീസും ആം, എന്താണ് കഴിഞ്ഞ ദിവസം വന്ന ആ, എന്താണ് എന്തോ ക്രൈറ്റസ് ആണ്, ഫൈലോക്രിറ്റസ്, എല്ലാവരും ഉള്ളിൽ കയറി. ആ വയോവൃദ്ധനായ നെസ്തോറും വന്നു, ഞാനുമുണ്ട്. അപ്പോൾ ഒഡീസിയസ് പറഞ്ഞു, വല്ലിച്ച, താങ്കൾക്ക് വേറെ ജോലിയുണ്ട്, ഞാൻ പറയാം, അത് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് അവസാനമായിട്ട് കയറാനായിട്ട് മെൽനാവൂസ് എത്തിക്കഴിഞ്ഞപ്പോൾ മെൽനാവൂസ് ഒഡീസിയൂസിനെ കുറച്ച് ദൂരെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഒഡീസിയൂസ്, നമ്മൾ യുദ്ധം ജയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും താങ്കൾക്കുള്ളതായിരിക്കും. നമ്മൾ ഗ്രീസിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഒരു നഗരം തന്നെ ഞാൻ അങ്ങേക്ക് ഗിഫ്റ്റായിട്ട് തരുന്നുണ്ട്. അത് മാത്രമല്ല, ആജീവനാന്തം നമ്മൾ തമ്മിലുള്ള സഖ്യം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഒഡീസിയൂസ് തിരിച്ചു സന്തോഷമായി. പക്ഷേ ഒഡീസിയൂസ് പറഞ്ഞു, പ്രിയപ്പെട്ട മെൽനാവൂസ്, എനിക്ക് ഒരു നഗരവും വേണ്ട, ഒരു രാജ്യവും വേണ്ട, എൻ്റെ ഇഥാക്ക രാജ്യം മാത്രം മതി എനിക്ക്. അത് വിട്ട് ഞാൻ എങ്ങും പോവില്ല, ആ രാജ്യം മാത്രം മതി. ഈ യുദ്ധത്തിന് ശേഷം നമ്മൾ രണ്ടുപേരും ജീവിച്ചിരിക്കുന്നു എങ്കിൽ താങ്കൾക്ക് യാതൊരു നഷ്ടവും വരാത്ത ഒരു സമ്മാനം ഞാൻ ചോദിച്ചോളാം. അപ്പോൾ അത് താങ്കൾ എനിക്ക് തന്നാൽ മതി. രണ്ടുപേരും അതിനുള്ളിലേക്ക് കയറി. അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ പറ്റുപോയി. ഈ 20 ധീരന്മാരോടൊപ്പം ഒഡീസിയൂസ് ഒരു ആളെ കൂടി ചോദിച്ചിരുന്നു. 20 പേരോടൊപ്പം വേണ്ടത് ഒരൊറ്റ ധീരനായ പടയാളിയായിരുന്നു. അയാൾ തനിച്ച് അവിടെ നിൽക്കണം. അതിനായിട്ടായിരുന്നു ഒരു സൈനികന് വേണ്ടത്. തനിച്ച് നിൽക്കുക എന്ന് കേട്ടപ്പോൾ തന്നെ നല്ല നല്ല ധീരന്മാരുടെയൊക്കെ ധൈര്യം കുറേശ്ശെ ഒലിച്ചു പോയി തുടങ്ങി. പക്ഷേ സീനോൺ എന്ന ഒരു പടയാളി മുന്നോട്ട് വന്നു. സാധാരണഗതിയിൽ ഒരു മിണ്ടാപ്പൂച്ചയായിട്ടും ഒരു നാണം കുണുങ്ങിയായിട്ടും ഒക്കെയാണ് ഈ സീനോണിനെ ഗ്രീക്കുകാർ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ മുന്നോട്ട് വന്നത് അയാളായിരുന്നു. ഒഡീസിയൂസ് സീനോണിനെ വിളിച്ച് മാറ്റി നിർത്തി താൻ ചെയ്യേണ്ടത് എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിന് ശേഷമാണ് മെൽനാവൂസും ഒഡീസിയൂസും ഈ കുതിരയ്ക്കുള്ളിലേക്ക് കയറിയത്. അവസാനം കയറിയത് ഏപ്പിയസ് ആയിരുന്നു. ഏപ്പിയസ് കയറിയതോടുകൂടി ഈ മരക്കുതിരയുടെ വാതിലുകൾ അടഞ്ഞു. ഈ മരക്കുതിരയുടെ വാതിൽ അടഞ്ഞ ശേഷം അഗമെമ്നോണും നെസ്തോറും കൂടിയിട്ട് ബാക്കി എല്ലാ പടയാളികളെയും കൊണ്ട് എല്ലാ സാധനങ്ങളും, വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം കപ്പലുകളിൽ കയറ്റി. എന്നിട്ട് എല്ലാ പടയാളികളും അതിനുള്ളിൽ കയറി. എന്നിട്ട് അവർ താമസിച്ചിരുന്ന കൂടാരങ്ങൾക്ക് തീ വച്ചു. അതിനുശേഷം ഈ പടയാളികളെല്ലാം കപ്പലുകളിൽ കയറി ഈ ഗ്രീക്ക് കപ്പലുകളെല്ലാം തീരം വിട്ട് യാത്രയായി. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് നോക്കാം. നമസ്കാരം.